അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സർവശക്തനായ അള്ളാഹു വലിയ ഐശ്വര്യവും പുരോഗതിയും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് പരിചയപ്പെടുത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അഥവാ രോഗങ്ങൾ എന്ന് പറയുന്നത് പല ആളുകൾക്കും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു പരീക്ഷണമാണ്. പല രൂപത്തിലുള്ള രോഗങ്ങൾ, അതിൻ്റെ കാരണമായി പല വൈറസുകളും പല അണുക്കളും അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിലും എല്ലാം നൽകുന്നത് സർവശക്തനായ അള്ളാഹുവാണ്. ആ അള്ളാഹുവിൽ നിന്ന് ദിവ്യ സന്ദേശം ലഭിച്ച് ജനങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തവരാണ് പ്രവാചകന്മാർ. അവരിൽ നിന്ന് കാര്യം ഗ്രഹിച്ചവരാണ് അവരുടെ അനന്തരക്കാർ ശിഷ്യന്മാർ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തും അതിൻ്റെ ശേഷമുള്ള താബിഈങ്ങളും. അവരെല്ലാം പരിശുദ്ധമായ നല്ല നല്ല വിഷയങ്ങൾ പരമ്പരാഗതമായി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവരാണ്. അപ്പോൾ രോഗങ്ങൾക്ക്, നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും പ്രതിവിധിയായും പരിശുദ്ധ ഇസ്ലാം നമ്മോട് നിർദ്ദേശിക്കുന്ന ഒരുപാട് കാര്യങ്ങളും ഒരുപാട് സംഗതികളും ഉണ്ട്. രോഗത്തിൽ നിന്ന്, എല്ലാ രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കാൻ ചില മഹാന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ചില സൂറത്തുകൾ. അതിൽപ്പെട്ടതാണ് 4 സൂറത്ത്. അലം നശ്റഹ് ലക സ്വദറക് എന്ന് പറയുന്ന സൂറത്ത് 1, അതുപോലെ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് പറയുന്ന സൂറത്തുൽ ഫീൽ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറയുന്ന സൂറത്തുൽ കാഫിറൂൻ, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്തുൽ ഇഖ്ലാസ്. ഈ 4 സൂറത്തുകൾ പാരായണം ചെയ്യേണ്ട രൂപം വളരെ കൃത്യമായി ശ്രദ്ധിച്ചു വെക്കുക. അഥവാ നമ്മളൊക്കെ കൃത്യമായി നിസ്കരിക്കുന്നവരായിരിക്കും. ആ നിസ്കരിക്കുന്നവർ സുബ്ഹ് നിസ്കാരം, ആ സുബ്ഹ് നിസ്കാരത്തിന് മുൻപ്, സുബ്ഹ് വാങ്ക് വിളിച്ചതിന് ശേഷം ആ സുബ്ഹ് നിസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൽ 1-ാം റക്അത്തിൽ ഫാത്തിഹയ്ക്കു ശേഷം അലം നശ്റഹ് ലക സ്വദറക് എന്ന് പറയുന്ന സൂറത്തും, അതുപോലെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറയുന്ന സൂറത്തും പാരായണം ചെയ്യുക. 2-ാം റക്അത്തിൽ ഫാത്തിഹയ്ക്കു ശേഷം അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്തുൽ ഫീലും, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഇഖ്ലാസ് 3 തവണയും 2-ാം റക്അത്തിൽ പാരായണം ചെയ്ത് ഈ രൂപത്തിൽ കൃത്യമായി എല്ലാ ദിവസവും നിസ്കരിക്കുകയാണ് എങ്കിൽ അവരുടെ ശരീരത്തിലേക്ക് തടയാൻ പറ്റാത്ത മാറാവ്യാധികൾ, അതുപോലെ സഹിക്കാൻ പറ്റാത്ത വേദനകളും രോഗങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയില്ല. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് മൂലവ്യാധി, മൂലക്കുരു എന്ന് പറയുന്ന രോഗം, അത് അൾസസ് പോലെയുള്ള രോഗങ്ങൾ അവരുടെ ശരീരത്തിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് ചില പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ രോഗത്തിൽ നിന്നും ശമനം ലഭിക്കുമെന്ന് മഹാന്മാർ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സുബ്ഹ് നിസ്കാരത്തിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൽ, ആ നിസ്കാരങ്ങളിൽ നമ്മൾ ഈ സൂറത്തുകൾ ഈ പറഞ്ഞതുപോലെ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. പടച്ച റബ്ബിൻ്റെ പ്രത്യേകമായ സഹായം നമുക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.